മുത്തുമുഴുവത്തിലേക്ക് വീണ്ടും വൺസ് അഗെയിൻ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഒ.എൻ.വി. സാറിൻ്റെ ചലച്ചിത്ര ഗാനങ്ങളിലൂടെയുള്ളൊരു യാത്രയാണ്. അദ്ദേഹത്തിൻ്റെ ഒട്ടുമുക്കാൽ സിനിമാ ഗാനങ്ങളിലും അദ്ദേഹം പ്രയോഗിച്ചിരിക്കുന്ന ഒരു വാക്കുണ്ട്, പാടുക അല്ലെങ്കിൽ പാടി പാട്ട്. ഇത് ഏതെല്ലാം ചിത്രങ്ങളിലെ ഗാനങ്ങളിലാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ അന്വേഷണമായിട്ടുമായ വിഷയം. പിന്നെ നമ്മൾ രണ്ട് വ്യത്യസ്ത സിനിമകളെക്കുറിച്ചാണ് പറയുന്നത്. ബന്ധനം, എം.ടി. സാറ് തന്നെ കഥയും തിരക്കഥയും സംഭാഷണം എഴുതി സംവിധാനം ചെയ്ത ചിത്രമാണ് ബന്ധനം. ഇതിൽ എം.പി. ശ്രീനിവാസൻ സാറും ഒ.എൻ.വി. സാറും കൂടെ ഉള്ള കോംബോയാണ് പാട്ട്. ഇതിൽ നമ്മുടെ അനുഗ്രഹീതനായ ഭാവഗായനായ ശ്രീ ജയചന്ദ്രൻ അദ്ദേഹം ആലപിച്ചൊരു ഗാനമുണ്ട്. ഒരു രാഗമാലിക ക്രമത്തിലാണ് ഈ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന് അംഗീകാരം കൂടെ കിട്ടിയ ഒരു ഗാനമാണിത്. രാഗം ശ്രീരാഗം ഉദയശ്രീരാഗം, ഇങ്ങനെയാണ് പല്ലവി ആരംഭിക്കുന്നത്. ഇതിൽ രാഗമാലയ ക്രമത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഒരു ഫുള്ളി സെമി ക്ലാസിക്കലാണ്. ഇപ്പോൾ മലയമാരുത ഗാനം ഇങ്ങനെ മാറി മാറി രാഗങ്ങളുടെ ഛായ സൗന്ദര്യം ഇതിൽ വരുന്നുണ്ട്. ഇതിലൊരു ഭാഗത്താണ് നമ്മൾ പറയുന്ന വാക്ക് ആദ്യം വരുന്നത്. രാഗം ഇണയര എണ്ണങ്ങൾ പാടും മതകര രാഗം രാഗം, അതാണ് പറയുന്നത്. ഇണയര എണ്ണങ്ങൾ പാടും മതകര രാഗം. ഈ പാട്ടിലും അദ്ദേഹം തൻ്റെ ആ സ്റ്റാമ്പായിട്ടുള്ള പാടുമെന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ പാട്ടിൽ ഇങ്ങനെ രാഗവിസ്താരങ്ങളോടെ പോയി ഇതിൻ്റെ അവസാന ഭാഗത്ത് വരുമ്പോൾ ഋതുരാജ സദസ്സിൽ രാഗം പല്ലവി പാടൂ, രാഗം താനം പല്ലവി പാടൂ, അവിടെയും പാടൂ എന്ന രണ്ടാമത്തെ പ്രാവശ്യവും ഈ എന്താ പറയുക, ഈ മുഴുവൻ രാഗഛായകൾ സൗന്ദര്യമായി നിറച്ചിരിക്കുന്ന ഈ ഗാനത്തിൽ അതേ രണ്ട് തവണ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ബന്ധനം എന്ന ചിത്രത്തിൽ ശ്രീ ജയചന്ദ്രൻ പാടിയ അതിമനോഹരമായ ഗാനത്തിലെ ഒ.എൻ.വി. സാറ് ഈ പദം ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്ന രണ്ടാമത്തെ ഗാനം, രണ്ട് ഗാനങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ. നീ എത്ര ധന്യ, ശ്രീ ജെ.സി. സാറാണ് സംവിധാനം ചെയ്തത്. ദേവരാജ മാഷ് എത്രയോ കാലത്തിന് ശേഷം വീണ്ടും സംഗീത സംവിധാനം നടത്തുകയാണ് എന്നൊരു പ്രത്യേകതയുണ്ട്. അതിമനോഹരമായ ഗാനമുള്ള ചിത്രമാണ് നീ എത്ര ധന്യ എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ പറയാൻ പോകുന്ന പാട്ട്, നമ്മുടെ ഗാനം, അതായത് വാക്ക്, ഈ വാക്ക് വരുന്ന പാട്ട്, പുലരികൾ സന്ധ്യകൾ പുളകിതരാവുകൾ പൂവിട്ട് പുകൾ പാടുന്നു. പല്ലവി തന്നെതാ, പുലരികൾ സന്ധ്യകൾ പൂവിട്ട് പുകൾ പാടുന്നു എന്നാണ് തുടക്കം തന്നെ. ആടിത്തിമർത്തു നീരാഴികളാരും, കന്യാകുമാരിയെ കുറിച്ചാണ് പറയുന്നത്. ഒരു ആനന്ദ മൂർച്ഛയിൽ ആടുന്നു എന്നാണ്. ആ കടലിനെ കുറിച്ചുള്ള ഗംഭീരമായൊരു ഗാനമാണ്. അപ്പോൾ ഈ ഗാനത്തിൻ്റെ തുടക്കത്തിലും പുലരികൾ സന്ധ്യകൾ പുളകിതരാവുകൾ പൂവിട്ട് പുകൾ പാടുന്നു എന്നുള്ള പല്ലവിയിൽ ആ സ്റ്റാമ്പ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ ഈ ഗാനം നമ്മൾ പറയുന്ന വാക്ക് വന്നില്ലെങ്കിൽ പോലുമുള്ള ഒരു അതിമനോഹരമായ മലയാളി ഹൃദയത്തിലേറ്റിയ ഗാനമുണ്ട്. അത് പറയാതെ പോകുന്നത് ശരിയല്ല. അതുകൊണ്ട് പറയുകയാണ്, അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള ഗാനവും ജയസാറിൻ്റെ നീ എത്ര ധന്യയിലെ പാട്ടാണ്. അരികിൽ നീയുണ്ടായിരുന്നെങ്കിൽ എന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി, ഇന്നൊരു മാത്ര വെറുതെ നനച്ചുപോയി. എനിക്ക് തോന്നുന്നു ഈ പാട്ടിൻ്റെ അതിപ്രസരത്തിലായിരിക്കാം മറ്റേ ഗാനം മുങ്ങിപ്പോയത്, പുലരികൾ സന്ധ്യകൾ. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് രണ്ട് ചിത്രങ്ങളിലെ ഗാനമാണ്, ബന്ധനവും നീ എത്ര ധന്യയും. ഈ രണ്ടിലും അദ്ദേഹം തൻ്റെ സ്റ്റാമ്പ് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും ഒ.എൻ.വി. സാറിൻ്റെ ഗാനശേഖരമായി കാണാം. അതുവരെ എല്ലാവർക്കും നന്മകൾ നേരുന്നു.